ലോകത്തെ ഏറ്റവും നിർണായകമായ സമുദ്രപാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നടത്തിയ നാടകീയമായ നീക്കങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. വിദേശ ബന്ധമുള്ള 2 കപ്പലുകൾ പിടിച്ചെടുത്തുകൊണ്ട് ഇറാൻ പുറത്തുവിട്ട ദൃശ്യങ്ങൾ കേവലം ഒരു നിയമപാലന നടപടിയായല്ല, മറിച്ച് തങ്ങളുടെ പ്രഹരശേഷി വിളിച്ചോതുന്ന കൃത്യമായ ഒരു സന്ദേശമായാണ് ലോകം നോക്കിക്കാണുന്നത്. സമുദ്ര നിയമങ്ങൾ ലംഘിച്ചതിനാണ് കപ്പലുകൾ കസ്റ്റഡിയിലെടുത്തതെന്ന് ഇറാൻ അവകാശപ്പെടുമ്പോഴും ഈ നീക്കത്തിനു പിന്നിലെ സമയവും രീതിയും ഗൗരവകരമായ ചില സൂചനകൾ നൽകുന്നുണ്ട്. മുഖംമൂടി ധരിച്ച കമാൻഡോകൾ ഹെലികോപ്റ്ററുകളിൽ നിന്നും അതിവേഗ ബോട്ടുകളിൽ നിന്നും കപ്പലുകളിലേക്ക് ഇരച്ചു കയറുന്ന കാഴ്ചകൾ ഇറാന്റെ സൈനികാധിപത്യത്തെയാണ് വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ നേതൃത്വത്തിൽ മേഖലയിൽ നിലനിൽക്കുന്ന നാവിക പ്രതിരോധത്തെ വെല്ലുവിളിക്കാനുള്ള ഇറാന്റെ ആത്മവിശ്വാസം ഈ ദൃശ്യങ്ങളിൽ പ്രകടമാണ്. വെറുമൊരു സാങ്കേതിക നടപടി എന്നതിലുപരി മേഖലയിൽ തങ്ങളെ അവഗണിച്ച് ആർക്കും മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന ശക്തമായ താക്കീതാണ് ടെഹ്റാൻ ഇതിലൂടെ നൽകുന്നത്. ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശതാബ്ദങ്ങൾ നീണ്ട ശത്രുതയുടെ പുതിയൊരു അധ്യായമാണിതെന്ന് മനസ്സിലാക്കാം. US ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങളും നാവിക ഉപരോധങ്ങളും ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഇതിനു പകരമായി സമുദ്രപാതകളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുക വഴി അന്താരാഷ്ട്ര സമൂഹത്തെ സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രമാണ് ഇറാൻ പയറ്റുന്നത്. വാഷിംഗ്ടൺ ഈ മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് ആവർത്തിക്കുമ്പോഴും ഇറാന്റെ ഈ പ്രകോപനപരമായ ദൃശ്യങ്ങൾ ആ വാദങ്ങളെ ചോദ്യം ചെയ്യുന്നു. ഹോർമൂസ് കടലിടുക്കിന് ഇത്രയേറെ പ്രാധാന്യം ലഭിക്കാൻ കാരണം അത് ആഗോള ഇന്ധന വിപണിയുടെ ജീവനാഡിയാണ് എന്നതുകൊണ്ടാണ്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെയും പ്രകൃതിവാതകത്തിന്റെയും വലിയൊരു ഭാഗം കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ്. ഇവിടെ ഉണ്ടാകുന്ന നേരിയൊരു തടസ്സം പോലും ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ഈ സാമ്പത്തിക ആയുധം കയ്യിലുണ്ടെന്ന ബോധ്യം തന്നെയാണ് ഇറാനെ ഇത്തരം ധീരമായ നീക്കങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത്. ഇറാന്റെ ഈ നീക്കം പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണ്. മേഖലയിലെ മറ്റു രാജ്യങ്ങളും അന്താരാഷ്ട്ര ശക്തികളും ഇറാന്റെ ഈ മസിൽ പവർ പ്രദർശനത്തെ ആശങ്കയോടെയാണ് കാണുന്നത്. വെറും ഒരു സമുദ്ര നിയമ ലംഘനത്തിന് ഇത്രയധികം സൈനിക സന്നാഹങ്ങൾ ആവശ്യമില്ലെന്നിരിക്കെ ഇതൊരു വലിയ രാഷ്ട്രീയ കളിയുടെ ഭാഗമാണെന്ന് വ്യക്തമാണ്. പ്രകോപനങ്ങൾ യുദ്ധത്തിലേക്ക് നയിക്കുമോ അതോ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. സമുദ്ര സുരക്ഷയെക്കുറിച്ചുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാടുകളെ വെല്ലുവിളിക്കുക വഴി ഇറാൻ തങ്ങളുടെ സ്വാധീന മേഖല വിപുലീകരിക്കുകയാണ്. അമേരിക്കൻ നാവിക ശക്തിയെ നേരിട്ട് വെല്ലുവിളിക്കാനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്ന് വരുത്തി തീർക്കുന്നത് വഴി ഇറാൻ തങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും കരുത്ത് വർദ്ധിപ്പിക്കുന്നു. കടലിൽ ആരാധിപത്യം പുലർത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ ആഗോള സമാധാനം. ഈ ശക്തി പ്രകടനം കേവലം ദൃശ്യങ്ങളിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് ലോകക്രമത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. ഹോർമൂസിലെ ഈ പുതിയ സാഹചര്യം വ്യക്തമാക്കുന്നത് കടൽ വഴിയുള്ള വ്യാപാരത്തിന് സൈനികമായ സംരക്ഷണം ഇനി മുതൽ അത്യന്താപേക്ഷിതമാകുമെന്നാണ്. ആഗോള ഊർജ്ജ സുരക്ഷ അപകടത്തിലാകുന്ന ഈ ഘട്ടത്തിൽ നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെ സംഘർഷം ലഘൂകരിച്ചില്ലെങ്കിൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയാകും ലോകം നേരിടേണ്ടി വരിക. ഹോർമൂസ് കടലിടുക്കിന്റെ യഥാർത്ഥ നിയന്ത്രണം ആരുടെ കൈകളിലാണെന്ന ചോദ്യത്തിന് ഇറാൻ തങ്ങളുടെ സൈനിക നടപടികളിലൂടെ ഇപ്പോൾ ഉത്തരം നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും പ്രതികരണം എന്താകുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ പ്രതിസന്ധിയുടെ ഭാവി.